ഒരു ഗ്ലാസ് മിൽക്ക് ഷേക്ക്. 3 വർഷത്തിന് ശേഷം തുറന്ന കൊലപാതകം. അച്ഛാ, ഇത് കുടിച്ചിട്ട് പോയാൽ മതി. രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്ന 45 കാരനായ ജയന്ത് ബല്ലാവറിന്റെ മുന്നിലേക്ക് പതിവുപോലെ ചിരിച്ചുകൊണ്ട് മകൾ ആര്യ ഒരു ഗ്ലാസ് മിൽക്ക് ഷേക്ക് നീട്ടി. ആ ചിരിയിൽ ചതിയുണ്ടെന്ന് ഏത് അച്ഛനാണ് തിരിച്ചറിയുക? സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച മകളുടെ കയ്യിൽ നിന്ന് ആ പാനീയം വാങ്ങി അദ്ദേഹം ഒറ്റവലിക്ക് കുടിച്ചു. വൈകിട്ട് കാണാം. അതാണ് അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞ അവസാന വാക്ക്. ഓഫീസിലെത്തി ഏതാനും മിനിറ്റുകൾക്കകം ജയന്തിന്റെ ശരീരം തളർന്നു തുടങ്ങി. കൈകൾ വിറച്ചു. കണ്ണുകൾ മങ്ങിപ്പോയി. സഹപ്രവർത്തകർ ഓടിയെത്തും മുമ്പേ അദ്ദേഹം നിലത്തേക്ക് വീണു. ആശുപത്രിയിലേക്ക് പാഞ്ഞെങ്കിലും ഡോക്ടർമാർക്ക് രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമായിരിക്കാം. ബ്രെയിൻ ഹെമറേജാകാം. എല്ലാവരും അതുതന്നെ വിശ്വസിച്ചു. ശരീരത്തിൽ ഒരു മുറിവ് പോലുമില്ല. സംശയിക്കാനുള്ള ഒരു തെളിവ് പോലുമില്ല. കരഞ്ഞു തളർന്ന ഭാര്യ. പൊട്ടിക്കരഞ്ഞ് അച്ഛന്റെ നെഞ്ചിൽ വീണ മകൾ. ആ കാഴ്ച കണ്ടവരൊക്കെയും കണ്ണീർ തുടച്ചു. പോസ്റ്റ്മോർട്ടം പോലും വേണ്ടെന്ന് കുടുംബം തീരുമാനിച്ചു. ഫയൽ അടഞ്ഞു. കേസ് അവസാനിച്ചു. അങ്ങനെയാണ് എല്ലാവരും കരുതിയത്. 3 വർഷങ്ങൾ കടന്നുപോയി. മരിച്ച അച്ഛന്റെ ജോലിയിൽ മകൾക്ക് നിയമനം ലഭിച്ചു. പോലീസ് യൂണിഫോം അണിഞ്ഞ് അവൾ ട്രെയിനിങ് സെന്ററിലേക്ക് യാത്രയായി. ജീവിതം പഴയപടിയിലേക്ക് മടങ്ങിയെന്ന് തോന്നി. പക്ഷേ സത്യം ഒരിക്കലും മരിക്കില്ല. 2026 മാർച്ച് 26 ചന്ദ്രപൂരിലെ രാംനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് കയറിച്ചെന്നു. മുഖത്ത് ഭയം, ശബ്ദത്തിൽ വിറയൽ. 3 വർഷം മുമ്പ് മരിച്ച ഹെഡ് കോൺസ്റ്റബിൾ ജയന്ത് ബല്ലാവർ. അദ്ദേഹം സ്വാഭാവികമായി മരിച്ചതല്ല. പോലീസുകാർ പരസ്പരം നോക്കി. യുവാവ് അടുത്ത വാക്ക് പറഞ്ഞ അപ്പോൾ മുറിയാകെ നിശബ്ദമായി. അദ്ദേഹത്തെ കൊന്നത് സ്വന്തം മകളാണ്. ഞാനാണ് അവളുടെ ഭർത്താവ്. ആ നിമിഷം 3 വർഷമായി മണ്ണിനടിയിൽ കിടന്നിരുന്ന ഒരു രഹസ്യം വീണ്ടും ശ്വസിക്കാൻ തുടങ്ങി. പ്രണയം. അതാണ് എല്ലാത്തിന്റെയും തുടക്കം. ആര്യ ഒരു യുവാവിനെ സ്നേഹിച്ചു. ആശിഷ്. ജോലിയില്ല. തന്നേക്കാൾ 10 വയസ്സ് പ്രായക്കൂടുതൽ. ഈ ബന്ധത്തെ ജയന്ത് എതിർത്തു. ഒരു അച്ഛന്റെ കരുതലോടെ. ആദ്യം ജീവിതം സുരക്ഷിതമാക്കൂ. ശേഷം വിവാഹം. പക്ഷേ ആ ഉപദേശം ആര്യയുടെ മനസ്സിൽ വിഷമായി. മൈക്രോബയോളജി പഠിച്ച അവൾക്ക് വിഷം ശരീരത്തെ എങ്ങനെ കൊല്ലുമെന്ന് അറിയാമായിരുന്നു. അച്ഛനെ ഇല്ലാതാക്കിയാൽ പ്രണയവും സ്വന്തമാകും. അച്ഛന്റെ ജോലിയും സ്വന്തമാകും. ഒരു മനുഷ്യന്റെ മനസ്സിൽ പിറന്ന ഏറ്റവും ക്രൂരമായ കണക്കുകൂട്ടൽ. ആശിഷ് വിഷം കണ്ടെത്തി. അവന്റെ ബന്ധുവായ മോണ്ടിയുടെ സഹായം തേടി. ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഉപയോഗിച്ച് രാസവിഷം വാങ്ങിച്ചു. വില 5000 രൂപ. അടുത്ത ദിവസം രാവിലെ അതേ മിൽക്ക് ഷേക്ക്, അതേ സ്നേഹച്ചിരി, അതേ അച്ഛൻ. പക്ഷേ ആ ഗ്ലാസിൽ സ്നേഹമല്ല ഉണ്ടായിരുന്നത്, മരണമായിരുന്നു. എല്ലാം വിജയിച്ചുവെന്ന് അവർ കരുതി. അച്ഛൻ മരിച്ചു. ജോലി കിട്ടി. വിവാഹവും നടന്നു. എന്നാൽ കൊലയാളികൾ പലപ്പോഴും പോലീസിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ കർമ്മത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല. വിവാഹ ജീവിതം തകർന്നു. ആശിഷിന് ജോലി നഷ്ടമായി. വീട്ടിൽ ദിവസവും വഴക്ക്, പരിഹാസം, അപമാനം. ഒടുവിൽ ആശിഷ് പറഞ്ഞു, സത്യം ഞാൻ പോലീസിനോട് പറയും. അവൾ അത് വെല്ലുവിളിയായി എടുത്തു. പക്ഷേ അടുത്ത ദിവസം അയാൾ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. കൊലപാതകത്തിന്റെ ഓരോ കണ്ണിയും തുറന്നുകാട്ടി. 3 വർഷം മുമ്പ് അടച്ച ഫയൽ വീണ്ടും തുറന്നു. ട്രെയിനിങ് സെന്ററിൽ പോലീസ് യൂണിഫോം ധരിച്ച് നിൽക്കുകയായിരുന്ന ആര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആദ്യം നിഷേധം, പിന്നീട് ചോദ്യങ്ങൾ, ഒടുവിൽ കണ്ണീരോടെ കുറ്റസമ്മതം. ഫോറൻസിക് തെളിവുകളും മൊഴികളും ചേർന്നപ്പോൾ അച്ഛന്റെ മരണത്തിന് പിന്നിലെ ഭീകരസത്യം പൂർണ്ണമായി പുറത്തുവന്നു. ഒരു ഗ്ലാസ് മിൽക്ക് ഷേക്ക്, ഒരു അച്ഛന്റെ അളവറ്റ വിശ്വാസം, ഒരു മകളുടെ മുഖത്തെ സ്നേഹച്ചിരി. 3 വർഷം മറഞ്ഞുകിടന്ന കൊലപാതകം. എത്ര ആഴത്തിൽ കുഴിച്ചുമൂടിയാലും സത്യം ഒരുനാൾ മണ്ണ് തുളച്ച് പുറത്തുവരും. കാരണം നിയമത്തിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടാം. പക്ഷേ കാലത്തിൽ നിന്നും കർമ്മത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇന്നുവരെ ആരും പഠിച്ചിട്ടില്ല. ഇത് യൂട്യൂബ് സ്റ്റോറി നറേഷനു അനുയോജ്യമായ രീതിയിൽ ഓരോ രംഗവും സിനിമ പോലെ മുന്നിൽ കാണുന്ന ശൈലിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്.